ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡേ 5 ആണ്. ഇന്ന് ഞാൻ എന്തായാലും വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒത്തിരി ടെൻഡൻസി ഉണ്ടായിരുന്നു വെയിറ്റ് ചെക്ക് ചെയ്യാൻ. അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ നൈറ്റിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്, എന്താവും അറിയില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത്രയും ദിവസം ഞാൻ കറക്റ്റായിട്ട് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എൻ്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് 58.2 ആയിരുന്നു. അപ്പം ഈ ഒരു ജസ്റ്റ് ഒരു 5th ഡേ ആയി ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഏകദേശം ഞാൻ 3 kgs ഇപ്പോൾ റെഡ്യൂസ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 5th ഡേ ആണ്. ഇന്നാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു 7th ഡേ ചെക്ക് ചെയ്യാമെന്ന്, പക്ഷേ ഇന്ന് ഭയങ്കര ഒരു ടെൻഡൻസി വെയിറ്റ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു 2 kg ലോസാണ്, പക്ഷേ 3 kg വരെ ഞാൻ ലോസ് ചെയ്തിട്ടുണ്ട്. 55.1 ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് വെയിറ്റ് 58.2 ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 kgs റെഡ്യൂസ് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ജസ്റ്റ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള മീൽസും അതുപോലെ തന്നെ 1 hour ഒരു എഫക്റ്റീവ് എക്സസൈസും ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഒരുപാട് ടഫായിട്ടുള്ള ഡയറ്റും ഇങ്ങനെ മീൽ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റും, നിങ്ങളിപ്പം ഈ 5 ദിവസം ഞാൻ ഏതെങ്കിലും മീൽസ് സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ, എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഈറ്റിങ്ങിലോട്ട് വന്നു, പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചു. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഞാൻ ഫുഡ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 5th ഡേ ആണ്. ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഫ്രൈഡേ ആണ്. അപ്പോൾ കുഞ്ഞുനെ ഇനി സ്കൂളിൽ പറഞ്ഞയക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും, എന്നിട്ടാണ് സ്കൂളിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അവന് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയുണ്ട്, പക്ഷെ അത് എന്നാലും യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മടി അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ് ദോശയും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയുമാണ് കേട്ടോ. 2 മില്ലറ്റ് ദോശ കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും. ഒരു ബൗൾ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ അരിയിൽ നിന്നൊന്നും മാറ്റി പിടിച്ചത്, മില്ലറ്റ് ചാമ റൈസ് വെച്ചിട്ടുള്ള ദോശയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് എക്സസൈസൊക്കെ ഫിനിഷ് ചെയ്തു. ഇന്ന് എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലിയുടെ ഡേറ്റ് ബൈറ്റ്സ് ആണ്. ഇത് നമുക്കിങ്ങനെ സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ ഉള്ളപ്പം കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. ഇതിനകത്ത് നോ ആഡഡ് ഷുഗറാണ്. പിന്നെ ആൽമണ്ട് ഡേറ്റ്സ്, കാഷ്യൂ ഹണി അങ്ങനത്തെ ഒക്കെ എല്ലാം മിക്സ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതാണ് സംഭവം. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് നല്ല ഫില്ലിങ്ങുമാണ്. നമ്മൾ സ്വീറ്റ് ക്രേവിങ്സ് മാറ്റാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. സ്വീറ്റ് ക്രേവിങ്സ് നമുക്ക് വരികയാണെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഹെൽത്തി സ്നാക്സ് കഴിക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം, അതുപോലെ തന്നെ പ്രൂൺസ് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതായിരിക്കും ആ സമയത്ത് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, അതിനുശേഷം ഇനി ലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. റൈസ് ഉണ്ട്, പിന്നെ രാവിലത്തെ ആ ഒരു ഗ്രീൻ പീസിൻ്റെ കറിയുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തോരനുണ്ട്, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ്. അപ്പോൾ ഇത്രയാണ് ലഞ്ചിന് കഴിക്കുന്നത് കേട്ടോ. ഇന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് വരെ മാത്രമേ എൻ്റെ പ്രോപ്പർ ഡയറ്റ് നടന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ കുറച്ച് അൺഹെൽത്തി ഫുഡ് തന്നെയാണ് കഴിച്ചത്, പക്ഷേ പോർഷൻ കൺട്രോൾഡാണ്. ഒരു ചെറിയൊരു പീസ് കേക്ക് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. കഴിയുന്നത് നേരത്തെ തന്നെ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പോർഷൻ കേട്ടോ. മന്തി റൈസാണ്, മന്തി റൈസും അൽഫാമുമാണ് ഞാൻ കഴിച്ചേക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോർഷൻ സൈസ് മാത്രം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഓയിലും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. കാരണം അവർ എത്ര ഓയിൽ ആഡ് ചെയ്യുന്നു, എന്തൊക്കെ ആഡ് ചെയ്യുന്നു ഒന്നും നമുക്കറിയില്ല. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റാവുന്നത് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ റൈസും പിന്നെ ചിക്കൻ ഞാൻ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് പോർഷൻ കൺട്രോൾ ചെയ്തിട്ടില്ല. റൈസ് മാത്രമാണ് പോർഷൻ കൺട്രോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഡേയും എൻ്റെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ വ്ളോഗ് ഉണ്ടാവില്ല. ഇനി സൺഡേ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ വെയിറ്റും കൂടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. ബൈ.